എല്ലാവർക്കും നമസ്കാരം. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മാതിരൻ എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പം രാവിലെ തന്നെ മലാഡ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറിയത് നേരെ ചർച്ച് ഗേറ്റിൽ വന്നിറങ്ങി ചർച്ച് ഗേറ്റിൽ നിന്ന് ഒരു ടാക്സി എടുത്ത് CSTയിലേക്ക് ആണ് പോകുന്നത്, ഛത്രപതി ശിവാജി സ്റ്റേഷനിലേക്ക്. അവിടെ നിന്നാണ് നമുക്ക് മധുരൻ പോകാനുള്ള ട്രെയിൻ എടുക്കേണ്ടത്. ഇവിടെ ചർച്ച് ഗേറ്റിൽ നിന്നൊരു 5 minutes ടാക്സിയിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ CST റെയിൽവേ സ്റ്റേഷനിലെത്തും. CST റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം, വളരെ ഭംഗിയേറിയ ബ്രിട്ടീഷ് കൺസ്ട്രക്റ്റഡ് ഒരു ബിൽഡിംഗ് ആണ്. പൂർണ്ണമായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടില്ല, കാരണം നമുക്ക് പോകേണ്ട ട്രെയിൻ വരേണ്ട സമയമായിപ്പോയി. നമ്മൾ എത്തിയപ്പോഴും തന്നെ ഒരു 10 minutesനകത്ത് ട്രെയിൻ എത്താനുള്ള ഒരു ഇതായിരുന്നു. വളരെ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം പ്ലാറ്റ്ഫോമൊക്കെ കണ്ടുപിടിച്ച് പെട്ടെന്ന് ട്രെയിനിൽ കയറി. നമ്മൾ ഇവിടെ നിന്ന് നേരെ നീരൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ട്രെയിനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ നോർമൽ സബർബൻ ട്രെയിനാണ്, എപ്പോഴും കാണും. ഏകദേശം 2-2.25 മണിക്കൂറോളം എടുക്കും നമുക്ക് ഈ നീരൽ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ വേണ്ടി. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നീരൽ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. അവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് അമൻ ലോഡ്ജ് എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഹൈ റേഞ്ച് സ്റ്റാർട്ടാകും. ഹെയർ പിന്നുള്ള ഒരു റോഡാണ്, നല്ല കാഴ്ചകളാണ് വഴിയേറെ. പക്ഷേ ഇവിടുന്ന് തന്നെ നമുക്ക് മുമ്പ് ടോയ് ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു സീസൺ ടൈമിൽ എന്തോ അത് സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ്. അപ്പം അമൻ ലോഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് നമുക്ക് ടോയ് ട്രെയിൻ എടുക്കേണ്ടത്. അപ്പം ആ ട്രെയിൻ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ടോയ് ട്രെയിൻ ഓടാനുള്ള ട്രാക്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വളരെ ഹൈറ്റി ആയിട്ടുള്ള റോഡാണ്. നമ്മൾ ഓൺ വെഹിക്കിളിൽ വരുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് തന്നെ നമുക്ക് ഓടിക്കേണ്ടതായിട്ടുള്ളൊരു ടെറൈനുള്ള റോഡാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ടാക്സി എപ്പോഴും കാണും. ഓൺ വണ്ടി വരുന്നവർക്ക് ഓൺ വണ്ടിയിൽ പോകാം. പക്ഷെ അമൻ ലോഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലം വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കാറിൽ. അത് കഴിഞ്ഞ് നോ വെഹിക്കിൾ. അവിടെ നമുക്ക് ടോയ് ട്രെയിൻ ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് ഹോഴ്സ്, അതായത് കുതിരകളുണ്ട്, അവർക്ക് അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ അമൻ ലോഡ്ജ് എത്തി. ഏകദേശം 1/2 hour കൊണ്ടാണ് നമ്മൾ എത്തിയത്. ഇനി ഇവിടെ നമ്മൾ ടോയ് ട്രെയിൻ എടുത്ത് നമുക്ക് മാതിരൻ എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷനിൽ എത്തിച്ചേരേണ്ടതാണ്. ഇവിടെ നിന്നും ഏകദേശം 1/2 hour ഇല്ല, എന്തായാലും ഒരു 15 minutes നമുക്ക് ടോയ് ട്രെയിനിൽ യാത്ര ചെയ്ത് വേണം മാതിരൻ എത്താൻ. അപ്പോൾ അതിന് അങ്ങോട്ട് കയറാനുള്ള എൻട്രൻസ് ആണിത്. ആദ്യം ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ട്രെയിൻ ടിക്കറ്റും എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻട്രി ഫീ ആണ് മധുരൻ ഹിൽ സ്റ്റേഷനിലേക്കുള്ള. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് തൊട്ടടുത്ത് തന്നെ നമുക്ക് കുറച്ച് ദൂരം നടന്നു പോകുമ്പോൾ റെയിൽവേ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്, ടോയ് ട്രെയിൻ ടിക്കറ്റ്. ഇവിടെ എഴുതിയിട്ടുണ്ട് അഡൽട്ട് 50, ചൈൽഡ് 25, അങ്ങനെ നോർമൽ റേറ്റാണ്. പിന്നെ നമ്മളൊരു വീക്കെൻഡ് ടൈമായിരുന്നു, അപ്പം നല്ല ബിസി ടൈമായിരുന്നു. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റ് ഹിൽ സ്റ്റേഷൻ പോലെ നമുക്കിവിടെ വാഹനങ്ങൾ കാണാൻ കഴിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ ഉള്ള ഒരു വാഹനങ്ങളും ഇവിടെ കാണാൻ കഴിയില്ല. അത് ബൈക്കായാലും ഓട്ടോ ആയാലും ജീപ്പായാലും ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല. നമുക്കിവിടെ ആകെ കാണാൻ കഴിയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ്, അതും ഓട്ടോ, അത് ജസ്റ്റ് കുറച്ച് നമ്പേഴ്സാണ്. പിന്നെ കാണാൻ കഴിയുന്നത് നമുക്ക് ഒരു ടോയ് ട്രെയിനാണ്. ആ ടോയ് ട്രെയിനാണ് ഈ മദിനൻ എന്ന് പറഞ്ഞ ഹിൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരേ ഒരു യാത്രാ സംവിധാനം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് വില്ലേജ് പോലെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഏകദേശം അറിയാൻ കഴിഞ്ഞത് 2000-3000 വീടുകളുണ്ടെന്നാണ്. കറക്റ്റ് എനിക്കറിയില്ല എത്രയാണെന്ന്. പക്ഷേ അത്രയും ആൾക്കാരും ഇതിൻ്റെ അകത്ത് താമസിക്കുന്നുണ്ട്. അവർക്ക് ആകെ ഒരു കണക്ഷൻ ഉള്ളത് ഈ പറഞ്ഞ
ഒന്നില്ലെങ്കിൽ ടോയ് ട്രെയിൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഓട്ടോ. വേറെ ഒരു വാഹനം, സ്വന്തമായിട്ട് ഒരു വാഹനം അവർക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഹിൽ സ്റ്റേഷനാണിത്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഏകദേശം 8:30 ആ ഒരു ടൈമിൽ ഇവിടെ എത്തിച്ചേർന്നു. പക്ഷേ നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല ഫോഗായിരുന്നു, നല്ല കോട ഇറങ്ങി കിടക്കുന്ന സമയമായിരുന്നു. പിന്നെ ഇവിടെ കാണാൻ കഴിയുന്നത് ഫുള്ള് കുതിരകളാണ്. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും കുതിരകളാണ്. അവരാണ് ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ വരുന്ന ടൂറിസ്റ്റ് ആയാലും ഇവിടുത്തെ വില്ലേജേഴ്സ് ആയാലും അവരുടെ മെയിൻ ഒരു ഏണിങ്സും ഈ കുതിരകളാണ്. സോ കാണാൻ നല്ല രസമുള്ള കുതിരകൾ, വളരെ അനുസരണമുള്ള കുതിരകളാണ്. അവരിങ്ങനെ ടൂറിസ്റ്റുകളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകാനും ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആയിരുന്നു. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മാത്രം ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്ക് എത്രത്തോളം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ആർച്ച് കണ്ടായിരുന്നു, വെൽക്കം ടു മദിനൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഇവിടെ MTDC, അതായത് മദിനൻ റിസോർട്ട് എന്ന് പറഞ്ഞ് ഒരു റിസോർട്ട് കണ്ടായിരുന്നു. മഹാരാഷ്ട്ര ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ റിസോർട്ടാണ്. ഇതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമുക്ക് ടോയ് ട്രെയിൻ എടുക്കേണ്ടത്. I want only that shot. Yeah, okay. So I'll get see this in this corner. അമൻ ലോഡ്ജ്. ഇവിടെ നിന്നാണ് നമുക്ക് ട്രെയിൻ വരുന്നത്. ഈ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ, മദിനയിലേക്കുള്ള ട്രെയിൻ. राम राम. ഒരു 10 മിനിറ്റ് എന്നപ്പോൾ തന്നെ ട്രെയിൻ വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ട്രെയിൻ വരുന്ന ഒരു രംഗം. നിങ്ങളത് കണ്ടിട്ട് ഒരു ഫീലിംഗ് മനസ്സിലാവും. सीट नंबर बोलो है, सीट नंबर बोलो.
Which seat number? Not here, not here. Ticket ले. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ഞാൻ ഈ ട്രെയിനിൽ ഇങ്ങനെ ഈ ട്രെയിൻ വരുന്നതും അതുപോലെ തന്നെ ഈ ട്രെയിനിൽ യാത്ര ഇങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോഴും എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നതെന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ എത്രയോ ഇതേപോലത്തെ ഹിൽ സ്റ്റേഷനുണ്ട്. അവിടെയെല്ലാം ഇതുപോലെ ഒരു ടോയ് ട്രെയിനോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് മനോഹരമായിരിക്കും എന്ന് ഞാൻ ഒരു നിമിഷം സത്യം പറഞ്ഞാൽ അത് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. ഇതൊരു ടിൻ ഡീസൽ എഞ്ചിനാണ്. ഫ്രണ്ടിലും ബാക്കിലും ഓരോ എഞ്ചിനുണ്ട്. വളരെ സ്ലോ ആയിട്ടാണ് ഇത് പോകുന്നത്. കാരണം ഏകദേശം 4ഓളം കമ്പാർട്ട്മെൻറ്റ് ബോഗികളേ ഉള്ളൂ. ഇതൊരു നാരോ ഗേജ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ വളരെ സ്ലോയിലാണ് പോകുന്നത്. ഇന്ത്യയിൽ 2 സ്ഥലത്ത് മാത്രമേ ഇപ്പം നിലവിൽ നാരോ ഗേജ് ഉള്ളൂ. ഒന്ന് ഡാർജിലിംഗ് ആണ്, മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ മാതിരനിലാണ്. പിന്നെ നമുക്ക് ഊട്ടിയിൽ കാണാൻ കഴിയുന്നത് നാരോ ഗേജാണ്. മറ്റെല്ലാ ട്രെയിനുകളും ബ്രോഡ് ഗേജാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോയ് ട്രെയിൻ നമുക്ക് തരുന്ന ഒരു ഫീലിംഗ് അതൊരു വെറൈറ്റിയാണ്. അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് മാതിരനിലേക്ക് പോകാം.
वापस आने टाइम हो जाएगा। वापस और आने- अभी आप जाओगे ना तो हाँ। आपको लेके इको पॉइंट है, हाँ। लूजर पॉइंट है। लूजर हाँ। पॉइंट भी बहुत बेस्ट है। हाँ। अभी तो फॉग वगैरह में तो और अच्छा लगेगा। हाँ, कल निकले टाइम उधर देखे है ना आपका ये पनोरमा। हाँ, जाने के बाद है ना, यहाँ से जाओगे ना हाँ, तो जाते जाते पैनोरामा देख सकते हो। वो वापस आने चाहिए ना। पैनोरामा देख लो और चले जाओ। हाँ। अभी हम ये इंटररील में देखा इसलिए हम आया। कहाँ से? केरला से? हाँ, मैं केरला है, मैं इधर मुंबई रह रहे थे। मुंबई में रहते हो। इसलिए इतने अच्छी हिंदी बोलते हैं। केरला वाले हिंदी को हमारे को मुश्किल है। केरला वालों को हिंदी नहीं आती। हाँ नहीं, साउथ हिंदी नहीं है ना उधर। हाँ, वो उनका मदर हाँ। टंग और एक इंग्लिश। हाँ, हम पढ़ते ये लिखते पूरा इंग्लिश में था, हाँ, हिंदी उधर यूज नहीं कर रहे ना। और आपके जो मदर टंग है वो ना मलयालम। मलयालम। अभी फिर हमको मलयालम उधर तमिल कन्नड़ा थोड़ा थोड़ा मालूम, सब जनों नहीं, थोड़ा हाफ ऑफ द पीपल ये मलयालम तमिल और कन्नड़ा भी मालूम। हिंदी थोड़ा मुश्किल है। हाँ, हिंदी तो इस साइड में है ना, महाराष्ट्र हो अभी गया। हिंदी सीख रहे हैं, अभी हिंदी सब लोगों को मालूम अभी हिंदी, क्योंकि उधर से वेस्ट बंगाल से भी आदमी उधर काम के लिए आ रहे हैं, अभी हिंदी मालूम। फिर बाहर जा रहे हैं ना आदमी, दुबई उधर हिंदी है। आपके यहाँ पर केरला में तो बोला है मुन्नार वगैरह। तिरुवनंतपुरम। मुन्नार वगैरह हाँ, मुन्नार है, अच्छा है। बहुत है, बहुत टाइम किया। मुन्नार हमारा गाँव से 250 किलोमीटर। मेरे फ्रेंड्स लोग जाके आए अभी वहाँ। मुन्नार एकदम अच्छा जगह है। बहुत एकदम कहना है। मैं ऊटी जाके आया हूँ। हाँ, ऊटी भी एक नंबर है। हाँ, ऊटी जाके आया मैं। ये पूरा एक ही है, वेस्टर्न का क्षेत्र। ये पूरा उधर से कन्याकुमारी से गुजरात तक है ना। सह्याद्री पर्वत। आपका जो माउंटेन रेंज है वो भी सह्याद्री वो इसलिए बोल रहे हैं, कन्याकुमारी से ये स्टार्ट हो रहा है, गुजरात तक है ये पहाड़ी। पूरा सह्याद्री रेंज। हाँ, कोंकण पूरा सह्याद्री, फिर उसके साथ नीचे हमारा भी मदर टंग कोंकण। हाँ, कोंकणी है ना। कोंकणी, तुलु मालूम, वो कम्मत का भाषा है तुलु। वो कन्नड़ा का नीचे, वो कर्नाटका महाराष्ट्र का मंगलूर का भाषा है। अच्छा अच्छा। वो पुराना गाड़ी है। हिस्टोरिकल इंजन है। हाँ। स्टील इंजन। वो क्या ब्रिटिश का टाइम। ब्रिटिश के टाइम में। हाँ, चालू झालं हे काय इथं आणून ठेवलं ना. स्टीम इंजन है ना। नया भी इलेक्ट्रिक मोटर, डीजल और ये कितना साल पहले? ये 1960 में जब शुरू हुआ था ना तब का है वो। ओ, जाके देखते हैं। See, your donkey is taking luggage, and your
You are also carrying luggage. Yeah, staying. I take it in this phone. Hi. This is भाई कुछ दिखाएंगे that is Motor House. हॉन्टेड हाउस में चलो पहले इसको छोड़ के आते हैं No, no, no. इसको वहाँ छोड़ के फिर ഞങ്ങൾ സ്റ്റേഷനിലിറക്കി ഏകദേശം 1 കിലോമീറ്റർ നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട് ഹോട്ടലിലേക്ക്. നമ്മൾ നടന്ന് പോവുകയാണ്. നല്ല രസമാണ് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകാൻ. പിന്നെ കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നു, നമ്മൾ ചുമക്കേണ്ടി വന്നു. അതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. നല്ലൊരു ഫോഗി ഡേ ആയിരുന്നു. അത് ഏകദേശം ഉച്ച വരെ ആ ഫോഗ് അങ്ങനെ നിൽക്കുകയും ചെയ്തു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. പിന്നെ ഈ വഴി നമുക്ക് ഈ വരുന്ന കുതിരക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പോകാൻ പറ്റും. കാരണം ഒരുപാട് റിസോർട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം വരുന്ന ഈ കുതിരക്കാരുടെ അടുത്ത് ചോദിച്ച് നമുക്ക് പോകാൻ പറ്റും. ഏകദേശം 10-100ഓളം റിസോർട്ട് ഇതിൻ്റെ അകത്തുണ്ട്. ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള റിസോർട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് എത്തിയത്. അതുകൊണ്ട് ചെക്ക് ഇൻ ടൈമിന് മുമ്പ് എത്തിയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇതേപോലെ ഗെയിമൊക്കെ കളിച്ച് കുറച്ച് സമയമൊക്കെ കളഞ്ഞ് അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത റൂമിലെത്തി. നല്ല സൗകര്യമുള്ള റൂമാണ്. ട്വിൻ റൂമാണ്, കണക്റ്റഡാണ്, ഇൻ്റർ കണക്റ്റഡ്. 2 റൂമാണ്, 2 ബാത്റൂമുണ്ട്, മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ 2 ദിവസമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി നല്ല എൻജോയ്മെൻറ്റായിട്ട് സമയം ചിലവഴിച്ച് നമ്മൾ വന്നിട്ട് പിന്നെ പൂളിലൊക്കെ ഇറങ്ങി കുളിച്ച് കയറി നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് നമ്മൾ റൂമിലൊക്കെ സ്പെൻഡ് ചെയ്തു. ആ ദിവസം കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ലൊക്കേഷനൊക്കെ കാണാൻ വേണ്ടി പോയത്, ട്രെക്കിങ്ങിനൊക്കെ പോയത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസം ട്രെക്കിങ്ങിനായിട്ട് ഇറങ്ങി. അപ്പം ട്രെക്കിങ് ചെയ്യണ നമുക്ക് നടന്നും പോവാം, കുതിരയിലും പോവാം. കുതിരയ്ക്ക് പല റേറ്റാണ്. അപ്പം നമ്മളങ്ങനെ കുറച്ച് പേരെയൊക്കെ കണ്ട് ഈ ഒരു ചേട്ടനുമായിട്ട് സംസാരിച്ച് നല്ലൊരു റേറ്റൊക്കെ ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ കുതിര എടുത്തു. അപ്പോൾ ഇനി ബാക്കി കുതിരപ്പുറത്താണ്. നമുക്ക് ചെറിയ ആദ്യത്തെ ഒരു അനുഭവം കൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. ഈ ചേട്ടന്മാരൊക്കെ നല്ല സപ്പോർട്ടീവാണ്. അത് ഓക്കെ ആയിരുന്നു. मैडम नेक्स्ट आलिया वाइट इज गुड. हाँ नो वाइट इसको दे दो. He's very naughty. Who is very good? And he told me very good name for that one. क्या नाम क्या है भैया? इसका नाम प्राइड. Pride. हाँ. इसका नाम क्या है? मैं हूँ. नहीं मैं बैठी तो मेरे को उसको बिठा दो. वेरी पावर. क्या है? आप बेटा इस पे अच्छा वो वीडियो निकाल रहे थे, उसको दे दो फोन. वीडियो तू ले ले. मैं चढ़ूँ इसमें. मैं चढ़ूँ, तू हेल्प कर मेरे को. अच्छा ऐसा है. नितिन डोंट टेक हेल्प वाला वीडियो. अरे चल रहे अरे जल्दी आओ. हाँ बस ना थोड़ी ना കുതിരപ്പുറത്തുള്ള ഷൂട്ടിങ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ കുതിരപ്പുറത്ത് നല്ല പിടിച്ചങ്ങിരുന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ നമ്മൾ ഓരോ പോയിൻറ്റ്സിലാണ്, മങ്കി പോയിൻറ്റ്സ്, അങ്ങനെ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട് ഇവിടെ. അതിൽ നമ്മൾ കുറച്ച് പോയിൻറ്റ്സൊക്കെ പോയി കണ്ട് വിസിറ്റ് ചെയ്ത്
നല്ല സ്ഥലങ്ങളാണ്. അതായത് കൂടുതലും വ്യൂ പോയിൻറ്റ്സാണ്. വ്യൂ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ പോയിൻറ്റിന് തന്നെ പല ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും. അത് ഓരോ സ്ഥലത്തായിട്ട് ട്രക്ക് ചെയ്ത് പോകണം. നമ്മൾ ആദ്യം പോയത് ഒരു ഡാം സൈറ്റിലോട്ടാണ്. അപ്പോൾ ആ ഡാം അത് കണ്ടിട്ട് അത് കഴിഞ്ഞ് പിന്നെ അതേപോലെ പോയിൻറ്റ്സ് കാണുകയായിരുന്നു. അപ്പോൾ ഇത് വേറൊരു പോയിൻ്റാണ്. ഇത് മങ്കി പോയിൻ്റ് എന്ന് പറയും. ഇവിടെ നിന്നിട്ട് നമുക്ക് താഴോട്ട് കാണാൻ പറ്റും. താഴോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പം ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസും നമുക്ക് കാണാൻ പറ്റും. പിന്നെ താഴെ വില്ലേജസൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ്. പിന്നെ ഇതിൽ തന്നെ ഒരു വാട്ടർഫാളും ഉണ്ട്. തൊട്ടപ്പുറത്ത് നമുക്ക് വേറെ സ്ഥലത്ത് പോകുമ്പോൾ കാണാൻ പറ്റും. ഇത് നമ്മൾ വേറൊരു പോയിന്റിൽ പോയാണ്. ആ പോയിന്റിൽ പോകുമ്പോഴാണ് നമുക്ക് ഈ വാട്ടർഫാൾ കാണാൻ പറ്റുന്നത്. ഇപ്പം വളരെ വെള്ളം കുറവാണ്. നമ്മൾ പോയതിന് ശേഷം ഒരുപാട് മഴയൊക്കെ പെയ്ത് നല്ല വെള്ളമായതിൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കുതിര എടുത്തത് വളരെ ഉപകാരമായി. കാരണം ഇത്രയും സ്ഥലങ്ങളൊന്നും നടന്നു പോയി കാണുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ കുതിരപ്പുറത്തായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് വഴിയിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊക്കെയുള്ള ഗെയിംസൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ വേണമെങ്കിൽ പൈസ കൊടുത്ത് കളിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. വളരെ ടയേർഡായി. അങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയാലെന്നുള്ള അവസ്ഥയായി. ഇപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി മാതീരൻ. പിന്നെ ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് ട്രെയിനിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ട്രെയിൻ ആ സമയമൊക്കെ ആയപ്പോൾ പോയി കഴിഞ്ഞായിരുന്നു. ലാസ്റ്റ് ട്രെയിൻ എന്തോ 5:15 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ നിന്ന് നടന്നാണ് തിരിച്ച് അമൻ ലോഡ്ജിലേക്ക് പോയത്. ഇലക്ട്രിക് ഓട്ടോ ഉണ്ടായിരുന്നു. പക്ഷേ വെയിറ്റ് ചെയ്ത് ഒരുപാട് നേരം നിൽക്കേണ്ടതായിട്ട് ക്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ പയ്യെ നടന്നു തുടങ്ങി. തിരിച്ച് നമ്മൾ അമൻ ലോഡ്ജിലേക്ക് നടന്ന് പോകുന്ന തന്നെ അങ്ങനെ പയ്യെ ഈ ട്രാക്കിൽ കൂടെ തന്നെ നടന്നു. ഇത്തിരി ദൂരം ഒരു 15-20 മിനിറ്റോളം, 20 ഒരു 30 മിനിറ്റോളം നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട്. നടന്നിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വളരെ എൻജോയ് ചെയ്ത് തിരിച്ച് നടന്ന് തന്നെ അങ്ങോട്ട് പോവുകയാണ്. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ നടന്നു വരുമ്പോൾ തന്നെ ഈ ട്രെയിൻ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ ട്രെയിനും വന്നു. അങ്ങനെ കുറച്ച് നേരം നിന്ന് ആ ട്രെയിനൊക്കെ ഷൂട്ട് ചെയ്ത്
ഞങ്ങൾ വളരെ പയ്യെ നമ്മുടെ ട്രിപ്പിൻ്റെ കഥയൊക്കെ പറഞ്ഞ് പയ്യെ അങ്ങ് നടന്ന് നീങ്ങുകയാണ്. ഏകദേശം 5:30 6 o'clock അടുപ്പിച്ചായി. അപ്പോൾ നമ്മൾ വഴിയിൽ ഇങ്ങനെ കുരങ്ങന്മാരെയൊക്കെ കണ്ട് ഇവർ ചെറിയ ഡേഞ്ചറാണ്, എന്നാലും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അവരിങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇത്തിരി ഫ്രണ്ട്ലി ആയിട്ടൊരു കുരങ്ങനെ നമ്മൾ കണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ട്രെയിൻ തിരിച്ചും വരികയായിരുന്നു. പിന്നെ നമ്മൾ അതും ഷൂട്ട് ചെയ്തു. എന്തായാലും ആ പോയ ട്രെയിനാണെന്ന് തോന്നുന്നു. തിരിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചും വന്നു. ലാസ്റ്റ് ട്രെയിൻ അവിടുന്ന് മാതിരനിലേക്കുള്ള, അതായത് അമൽ ലോഡ്ജിൽ നിന്ന് മാതിരനിലേക്കുള്ള ലാസ്റ്റ് ട്രെയിനായിരുന്നു ഇത്. നമ്മൾ നേരത്തെ കണ്ടത് മാതിരനിൽ നിന്ന് അമൽ ലോഡ്ജിലേക്കുള്ള ലാസ്റ്റ് ട്രെയിനായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമൽ ലോഡ്ജ് എത്തി നടന്ന്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളൊരു ടാക്സിയൊക്കെ എടുത്ത് തിരിച്ച് താഴെ നീരൽ റെയിൽവേ സ്റ്റേഷനിലെത്തണം. വളരെ തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വളരെ ടയേർഡുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ടാക്സി എടുത്ത് ഇവിടെ തിരിച്ച് നീരൽ സ്റ്റേഷനിലെത്തി. അപ്പം എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.